കഥ പറയാനായിരിക്കും. കെട്ടുകഥയില്ല, നടന്ന കഥ. ഇനി നിങ്ങളുടെ ഊഴമല്ലേ, കേൾക്കാം. അന്ന് ഞാൻ ദുബായിക്ക് പോകാൻ നേരം യാത്ര പറഞ്ഞത് ഓർമ്മയില്ലേ? കരയാതിരിക്കും നളിനി, നമുക്കൊക്കെ വേണ്ടിയല്ലേ ഞാൻ പോണത്. നോക്ക്, എന്റെ മുഖത്തേക്ക് നോക്ക്. നിന്റെ ചിരിച്ച മുഖം ഒന്ന് കാണട്ടെ. വരട്ടെ വരട്ടെ നളിനി. എയർലൈൻസ് ഓഫീസിൽ നിന്നാണോ കമ്പി അടിച്ചത്? അതറിയില്ല. അടിയിൽ ജോസ് എഴുതിയിരുന്നു. ആ, അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അവൻ ആള് തെറ്റിപ്പോയി. തിരുവനന്തപുരത്തുകാരൻ വേറൊരു മധുസൂദൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. കടലിൽ വീണതിൽ ഞങ്ങൾ 4-5 പേർ രക്ഷപ്പെട്ടു. അന്ന് ആ ഫിഷിംഗ് ബോട്ടുകാർ കണ്ടില്ലായിരുന്നെങ്കിൽ ജോസിന്റെ കമ്പി ശരിയാകുമായിരുന്നു. അമ്മാവനും അമ്മായും കൂടെ നളിനിയുടെ ഗർഭം നശിപ്പിക്കാൻ നിർബന്ധിച്ചത് കൊണ്ട് അവൾ അവിടെ നിന്നും അന്ന് രാത്രി തന്നെ പോയത്. എവിടെയാണെന്ന് ഒരു വിവരമില്ല. ഞാൻ പോകുന്നു, എന്നെ അന്വേഷിക്കണ്ട എന്ന് മാത്രം എഴുതിയ കത്ത് കിട്ടി. പാവം, എവിടെയാണാവും, എന്തു ചെയ്യുന്നു? എന്തു ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. ആത്മഹത്യക്ക് പോലും പലപ്പോഴും ഞാൻ തുനിഞ്ഞിട്ടുണ്ട്. അപ്പോഴെല്ലാം എന്നെങ്കിലും നളിനിയെ കണ്ടുമുട്ടുമെന്ന് എന്റെ മനസ്സിനോട് മന്ത്രിച്ചു. അങ്ങനെ ദുഃഖവും പേറി നടന്ന് ഞാൻ അവസാനം ആശ്വാസം കണ്ടെത്തിയത് പട്ടാളത്തിലാണ്. പക്ഷേ അവിടെയും ഞാൻ ഒറ്റപ്പെട്ടു. എല്ലാവർക്കും ആശകളും പ്രതീക്ഷകളുമുണ്ട്, എനിക്ക് മാത്രമൊന്നുമില്ല. ഒടുവിൽ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനമെടുത്ത സന്ദർഭത്തിലാണ് ക്യാപ്റ്റൻ രാജൻ എന്നെ കണ്ടുമുട്ടിയത്. എവിടെ നാട്? അങ്ങ് മലബാറില. നിങ്ങളുടെ തൃശ്ശൂർ അടുത്താ? ആ, അപ്പൊ നമ്മൾ അടുത്താണല്ലോ. അതെ അതെ. വരൂ, ഇരിക്കും. അപ്പോൾ വീട്ടിൽ ആരൊക്കെയുണ്ട്? എല്ലാവരുമുണ്ട്, അച്ഛനൊഴികെ. ഇവിടെയാണെന്ന് അവർക്കറിയാമോ? അറിയില്ല. അറിയിക്കണ്ടേ? ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. വ്യക്തിപരമായി ചില കാരണങ്ങൾ ഉണ്ടായേക്കാം. എങ്കിലും ഇവിടെയാണെന്ന് അറിയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. താൻ പോലീസിന് പിടികിട്ടാ പുള്ളിയൊന്നുമല്ലല്ലോ. അല്ല, എന്റെ കഥ ഒരു നീണ്ട കഥയാണ്. എന്റെ കഥയുടെ നീളം ഞാൻ കുറച്ചിരിക്കുന്നു. മനസ്സിലായില്ല? ജീവിതത്തിന് വളരെ വാചാലമായ അർത്ഥമൊന്നും ഞാൻ കൽപ്പിക്കുന്നില്ല. ഒച്ചയും ബഹളമില്ലാതെ ഇങ്ങനെ കഴിഞ്ഞു പോകണമെന്ന് മാത്രം. വഴി രണ്ടാണെങ്കിലും നമ്മുടെ രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. പക്ഷേ മധുവിനോളം വൈരാഗ്യ ബുദ്ധി എനിക്കില്ല. അതിനുള്ള സന്ദർഭം ഉണ്ടായിട്ടില്ലായിരിക്കും. നമുക്ക് വേണ്ടി ആരും ജീവിക്കുന്നില്ലെങ്കിലും മറ്റാർക്കെങ്കിലും വേണ്ടി നാം ജീവിക്കുന്നു എന്നത് തന്നെ ഒരു സുഖമാണ് മധു. രണ്ടു വഴിക്കും എന്റെ ജീവിതം വ്യർത്ഥമാണ്. അതൊന്നും ഇല്ലടും. തന്റെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനപ്പെടാതിരിക്കില്ല. നോക്കിക്കോ. കമ കമ. ഇന്ന് അല്പം കഴിക്കണം. നോ താങ്ക്സ്. എന്നപ്പാ കുടിക്കാൻ വരുന്ന സ്വർഗത്തേക്കാ പോകും. ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ? കമോൺ. ഞാൻ അതിന്റെ ഭാഗമല്ല. ഇന്നൊരു നല്ല ദിവസമല്ലേ? നാട്ടിലെല്ലാവരും ഓണം ആഘോഷിക്കുമ്പോ നമുക്കും ഇത്തിരി ആഘോഷിച്ചാൽ എന്താ?
എന്റെ ആഘോഷമെല്ലാം കഴിഞ്ഞു. ரொம்ப குஷியா வர்றீங்களே, என்ன விசேஷம்? വിശേഷമൊന്നുമില്ല. സിസ്റ്ററിന്റെ ലെറ്റർ വന്നിരിക്കും. சிஸ்டர் லெட்டர் வந்ததுக்கா இவ்வளவு சந்தோஷம்? அப்போ சம்சாரத்தோட லெட்டர் வந்து எப்படி இருக்கும்? എന്താ ഇന്ന് വല്ലാത്തൊരു സന്തോഷം കാണാനുണ്ടല്ലോ? ഞാൻ എപ്പോഴും സന്തോഷവാനല്ലേടൂ. വെറുതെ ദുഃഖിച്ചെന്തിന് ജീവിതം പാഴാക്കുന്നു? അതല്ല, എന്തോ വിശേഷമുണ്ട്. പ്രൈവറ്റ് മാറ്റർ ആണേ പറയണമെന്നില്ല. ഏയ്, താനറിയാത്തെന്ത് പ്രൈവറ്റ് മാറ്ററാണോ എനിക്ക്? ഓണത്തിന് ചെല്ലാത്തതിൽ അവൾക്ക് വിഷമുണ്ടെന്ന് എഴുതിയിരിക്കുകയാണ്. ഏതായാലും അടുത്ത തവണ ചെല്ലുമ്പോൾ കല്യാണത്തിനും കൂടിയുള്ള ലീവ് എടുത്തിട്ട് ചെല്ലാവൂ എന്നാണ് ഇപ്പോഴത്തെ നിർബന്ധം. പാവം, ഊണിലും ഉറക്കത്തിലും ഈ ഏട്ടന്റെ ചിന്ത മാത്രമേ ഉള്ളൂ. ഏതായാലും അവൾക്ക് വേണ്ടിയെങ്കിലും ഞാൻ കല്യാണം കഴിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. എന്താ നോക്കി നിൽക്കുന്നത്? നീ പറഞ്ഞ പോലെ എല്ലാം ചെയ്തിട്ടുണ്ട്. നോക്കിക്കോ. ഇതെന്റെ സ്വപ്നമായിരുന്നു, ഇന്നത് യാഥാർത്ഥ്യമായി. ഗൃഹപ്രവേശനത്തിന് നീ വരില്ലെന്ന് ഞാൻ സംശയിച്ചതാ. വന്നു കാര്യം നിൽക്കാതെ അകത്തേക്ക് വരൂ കേട്ടാ. വീടൊക്കെ പിന്നെ കാണാം. വരും. കല്യാണം എന്നൊക്കെ പറയണത് അതാത് സമയത്ത് നടത്തേണ്ടതാ. നീ കല്യാണം കഴിക്കുകയാണെങ്കിൽ മാത്രമേ രാധയും കല്യാണം കഴിക്കുന്നതാണ് അവൾ പറയണം. അതുകൊണ്ട് ഞാൻ നല്ലൊരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. നല്ല കുട്ടിയാ, അന്തസ്സുള്ള തറവാട്ടിലെയാ. രാധ ശാഠ്യം പിടിക്കുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം അമ്മാവാ. പക്ഷെ ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി മതി. വിദ്യാഭ്യാസം സൗന്ദര്യമൊന്നും പ്രശ്നമല്ല. പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാവുന്ന എന്താ നിർബന്ധം? സൽസ്വഭാവിയായ പോലെ. അല്ലെങ്കിൽ അവളുടെ ചൊൽപ്പടിക്ക് ഞാൻ നിൽക്കേണ്ടി വരും. അവൾ നല്ലവളല്ലെങ്കിൽ ഇവളുടെ കണ്ണുനീരും ഞാൻ കാണേണ്ടി വരും. ഏട്ടന് ഇഷ്ടപ്പെട്ട ആരായാലും വേണ്ടില്ല. പക്ഷെ ഏട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് മാത്രമേ എന്റെ കല്യാണം വേണ്ടൂ. എന്താ, നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ആലോചന തന്നെയാണല്ലോ. ഹോം സിക്നസ് ആയിരിക്കും. ഞാൻ കത്തെഴുതായിരുന്നു, അതിനിടയ്ക്ക് എന്തോ ആലോചിച്ചിരുന്നു പോയി. അല്ല, ഇനി എത്ര ദിവസമുണ്ട്? എന്തിന്? വിവാഹ നിശ്ചയത്തിന്. താൻ പോടും. ഞാനതൊന്നും ആലോചിച്ചതേ അല്ല. നടക്കട്ടെ. കള്ള കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലൊക്കിയ സുന്ദരി പെണ്ണ് കെട്ടിന്. എന്താ? ഏയ്, ഒന്നുമില്ല. വേറെ എവിടെയാണെന്ന് തോന്നുന്നല്ലോ. ഏയ്, ഞാൻ നാട്ടിലായിരുന്നു. മൈലുകൾക്കപ്പുറത്താണെന്ന് അറിയാമല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല. സന്തോഷിക്കാനും സൂഹിക്കാനുള്ള സമയം അടുക്കുകയല്ലേ. അങ്ങനെയല്ല ഇരിക്കും. സ്വയം ചിരിക്കും, സ്വയം പിറുപിറുക്കും. അല്പം ചിത്തഭ്രമത്തിന്റെ അസുഖമല്ല. സാരമില്ല. രാജൻ, രാജൻ, മധു, രാജൻ, ഞാൻ ആരെങ്കിലും വിളിക്കാം. വേണ്ട. രാജൻ, രാജൻ, എന്താ രാജൻ, എന്താ? ഒരു കാര്യം ചെയ്യോ? എന്താണെന്ന് പറയൂ രാജൻ, പറയൂ.
ഞാനിനി ഞാനൊരു കാര്യം പറയൂ പറയൂ. പറയൂ രാജൻ, പറയൂ. മധു, ഞാൻ ശ്രദ്ധിക്കേ ആരുമില്ല. മധു അവളെ എന്താ മധു, എന്താ മധു? ശരി. രാജൻ പോയതോടെ ഞാനും ഏകനായി. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അകലാൻ പാടില്ലാത്ത വിധം ഞങ്ങൾ അടുത്തിരുന്നു. ഇനി അതൊക്കെ പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? അവന്റെ അവസാനത്തെ ആഗ്രഹം അതാണെങ്കിൽ അത് നടക്കട്ടെ. എന്താ രാധേ, എന്താണ് എന്റെ അഭിപ്രായം? ഏട്ടന്റെ ആഗ്രഹം അതാണെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. അടുത്ത ലീവിന് വരുമ്പോ ഏട്ടന്റെ അനിയത്തിനെയും കല്യാണം ഒന്നിച്ച് നടത്താന്ന് കരുതിയിരുന്നതാ. വിധി അല്ലാതെ എന്തു പറയാനാ? പറയൂ, ഞാൻ തെറ്റുകാരനാണോ? ഞാൻ തെറ്റുകാരിയാണോ? എനിക്കൊന്നേ പറയാനുള്ളൂ, എന്നിൽ പഴിചാരിക്കൊള്ളൂ. പക്ഷേ കരിവാരി തേക്കരുത്. കുട്ടികൾ വരാറായി.